നമസ്കാരം. നാളെ ജൂലൈ 31 ഈ മാസത്തിലെ അവസാന ദിവസമാകുന്നു. ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമാവുകയും എന്നാൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ തരണം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വന്നു ചേരാവുന്ന ചില തിരിച്ചടികളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഒരു ദിവസമായി മാറാം. മുൻപ് തടസ്സപ്പെട്ടതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. കർമ്മമണ്ഡലം അനുകൂലമായി തീരുന്ന സമയമാണ്, ഉണരുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഉറ്റവരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടേതാണ് എങ്കിലും സഹായങ്ങൾ, സഹകരണം ആവശ്യപ്പെടാതെയോ അല്ലെങ്കിൽ ആവശ്യമായ സഹായമോ ലഭിക്കാവുന്നതാണ്. കുടുംബത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. പല കാര്യങ്ങളും പുരോഗതിയുടെ ദിശയിലാണ് എന്ന് വ്യക്തമാകും. സാമൂഹിക പ്രവർത്തനങ്ങൾ ഫലവത്താകുന്ന ദിവസമാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ ചില ശുഭ സൂചനകൾ ഉയർച്ചയുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ ഒരു സമയം തന്നെയായി മാറാം. പുതിയ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കാനും സാധിക്കും. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. അധികാരികളുടെ അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ശോഭിക്കുക, അഭിമുഖങ്ങളിൽ തിളങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഭൗതികമായ പുരോഗതി നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതായി മാറാം. കൂടാതെ ഈ സമയം പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണാം. ധനാഗമം സുഗമമാകുന്ന സമയം തന്നെയാകുന്നു. പലരുടെയും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. കൂടാതെ പല കാര്യങ്ങളും വാങ്ങുവാൻ ഗൃഹോപകരണങ്ങളാണ് എങ്കിലും അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ മറ്റ് കാര്യങ്ങളാണ് എങ്കിലും വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി തേടുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനസന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ് എങ്കിലും പെട്ടെന്ന് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ, ക്ഷോഭം, പിടിവാശി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിയായി മാറാം. ചില വ്യക്തികളുമായുള്ള കലഹങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ഏവരെയും പൂർണ്ണമായും വിശ്വസിക്കുന്നത് മൂലം ചില തിരിച്ചടികൾ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ചില തടസ്സങ്ങൾ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാത്തതിനാൽ തന്നെ അത് ഒഴിവാക്കുവാൻ പ്രയാസകരമായി തീരാം. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുക തന്നെ ചെയ്യും. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസം തന്നെയാണ്. പുതിയ അവസരങ്ങൾ തേടി വരുന്നതുമാണ്. എന്നാൽ ശ്രദ്ധയോടെ തന്നെ അവ വിനിയോഗിക്കേണ്ടതാകുന്നു. വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങളിൽ നിന്നും സ്വയം പിൻവാങ്ങുന്നതാണ് ഉത്തമം. ബന്ധങ്ങളുടെ ദാർഢ്യത്തിന് ഉലച്ചിൽ തട്ടുന്നതായി തോന്നാവുന്ന ഒരു ദിവസം തന്നെയാണ്. എന്നാൽ പ്രശ്ന പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമായി മാറാം. ഏത് കാര്യത്തിലും ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. സാമ്പത്തികപരവും അല്ലാതെയുമുള്ള കാര്യങ്ങൾക്ക് സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഈ സമയം ശുഭം. കൃത്യനിഷ്ഠ കൈവിടരുത് എന്ന കാര്യവും ഓർക്കണം. ആത്മവിശ്വാസത്തോടെ തന്നെ കർമ്മരംഗത്ത് മുഴുകുവാൻ സാധിക്കുന്ന ഒരു സമയമായി തന്നെ മാറാം. സ്വന്തം ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമോ ദോഷമോ എന്ന് ചിന്തിക്കേണ്ടതായ സാഹചര്യം പോലും ഉരുത്തിരിയാം. ഉത്സവകാലം മുൻനിർത്തി ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ നടത്തി എന്ന് വരാം.
പുതിയ തൊഴിലാളികളെ നിയമിക്കുക, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ദുർഘടമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങളെ നിയോഗിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഏകാഗ്രത പുലർത്തുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത്രമേൽ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകണം എന്നില്ല. കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതായ ദിവസം തന്നെയാകുന്നു. കർമ്മരംഗത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മധ്യസ്ഥം വഹിക്കുവാൻ തയ്യാറാകുന്നതുമാണ്. സാമ്പത്തിക വഴികൾ കൂടുതൽ തെളിയുന്നതായ ദിവസമായി മാറാം. കൂടാതെ ആനുകൂല്യങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചിലതെങ്കിലും കൊടുത്തു തീർക്കുവാനുള്ള വഴികൾ തെളിയാം. കൂടാതെ ഈ സമയം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. ശ്രീകൃഷ്ണ ഭഗവാനെയും ഈ സമയം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്തം അല്ലെങ്കിൽ നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർക്കും. ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് നാമങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക. ഗൃഹസൗഖ്യം, വിശിഷ്ട ഭക്ഷണയോഗം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ഉല്ലാസവേളകൾ ചെലവഴിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതായ സമയമാണ്. ദുർവ്യയം നിയന്ത്രിക്കേണ്ടതായ ദിവസം. ശുഭകാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അപ്രീതി നേടുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ദുർഘടം പിടിച്ച ദൗത്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതുമാണ്. അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷ നേടുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. ചില കാര്യങ്ങളിൽ ആലസ്യം ഉണ്ടായി എന്ന് വരാം. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് ഈ സമയം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരുന്ന സമയമാണ്. ഏതൊരു കാര്യത്തിലും നിബന്ധനകൾ വായിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഒപ്പിടുവാൻ ശ്രദ്ധിക്കണം. കരാർ പണികളുമായി ബന്ധപ്പെട്ടും ലാഭം ലഭിച്ച് തുടങ്ങുന്നതായ സമയമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകൾ മാറ്റിവെക്കേണ്ടതായ സ്ഥിതി ഉണ്ടായി എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. പരിശ്രമങ്ങൾ ഫലവത്താകുന്ന ദിവസമായി തന്നെ മാറും. തൊഴിലുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ മനസന്തോഷം വന്നു ചേരാം. ശുഭവാർത്തകൾ, നല്ല വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ, ധനമാർഗങ്ങൾ തെളിയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. കൂടാതെ ബന്ധു കലഹത്തിൽ കക്ഷി ചേരാതിരിക്കുന്നതാണ് ഇപ്പോൾ അഭികാമ്യം. പ്രതിസന്ധികളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അലച്ചിൽ അല്പമൊന്ന് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അമിതമായ അധ്വാനം അല്പമൊന്ന് കുറയ്ക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെയും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നതും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം നെയ്വിളക്ക് അല്ലെങ്കിൽ ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുന്നതും ഐശ്വര്യപ്രദമാണ്, അല്ലെങ്കിൽ അത് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നുള്ളതാണ്. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ്. പഴയ കടബാധ്യതകളാണ് എങ്കിലും ഒരല്പം പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വരുമാനങ്ങൾ ലഭിച്ച് തുടങ്ങാവുന്നതായ ദിവസം തന്നെയാകുന്നു. അസ്വസ്ഥത പല കാര്യങ്ങളിലും തലപൊക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കുടുംബപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് കർമ്മരംഗം കൂടുതൽ അനുകൂലമായി തീരുക, പുതിയ അവസരങ്ങൾ വന്നു ചേരുക, വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങുവാൻ സാധിക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ
അല്പം അനുകൂലമാകും. എങ്കിലും സാഹസങ്ങൾക്ക് മുതിരാതിരിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്ത് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കുകയും കർമ്മരംഗത്ത് ആത്മവിശ്വാസത്തോടെ മുഴുകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അത് പ്രത്യേകിച്ചും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാക്കുന്നു. ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ദിവസം തന്നെയായി മാറാം. കൂടാതെ തടസ്സപ്പെട്ടതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കർമ്മമണ്ഡലം ഉണരുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആവശ്യമായ പല കാര്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, ആദായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ശുഭസൂചനകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ പ്രത്യേകിച്ചും ഭഗവാന് ഭാഗ്യസൂക്തം അല്ലെങ്കിൽ നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക.